കോഴിക്കോട് നഗരത്തിന്റെ ജൈവ സമ്പത്തായ കോട്ടൂളി തണ്ണീർത്തടം സംരക്ഷിക്കാനുള്ള സരോവരം ബയോ പാർക്ക് സംരക്ഷണ സമിതിയുടെ സമരം 2ാം മാസത്തിലേക്ക്. ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി തണ്ണീർത്തടം സംരക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംരക്ഷണ സമിതി. കോട്ടൂളി മേഖലയിൽ കയ്യേറ്റം വ്യാപകമായതോടെയാണ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പട്ടികയിൽപ്പെട്ട രാജ്യത്തെ 28 തണ്ണീർത്തടങ്ങളിലൊന്നാണ് കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടം. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമായ തണ്ണീർത്തടത്തിൽ കയ്യേറ്റം വ്യാപകമായതോടെയാണ് സരോവരം ബയോ പാർക്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി തണ്ണീർത്തടമായി പ്രഖ്യാപിച്ച പ്രദേശത്തെ കണ്ടൽക്കാട് വെട്ടിയും വെള്ളക്കെട്ടുകൾ നികത്തിയും റോഡ് നിർമ്മിക്കാനുള്ള ശ്രമമാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിരോധിക്കുന്നത്. നവംബർ 7-ന് ആരംഭിച്ച പ്രതിഷേധം 60 ദിവസത്തിനിപ്പുറവും ശക്തമായി തുടരുകയാണ്. നവംബർ 21-ന് വാഴത്തിരുത്തി പ്രദേശത്തെ കണ്ടൽക്കാട് നശിപ്പിച്ച് റോഡ് നിർമ്മിക്കാൻ മണ്ണുമാന്തി യന്ത്രം എത്തിയതോടെ വലിയ ജനകീയ പ്രതിഷേധമുയരുകയുണ്ടായി. ഇവിടെ പ്രോഗ്രാം നടത്തരുതെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ പോയി. ഇന്നലെ ഓർഡർ എടുത്തു. സ്റ്റോപ്പ് മെമ്മോ കോർപ്പറേഷൻ സെക്രട്ടറി കൊടുത്തു. പക്ഷെ അതിനെതിരെ ഇവർ കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു ആവശ്യമായ എല്ലാ റിക്വയർമെൻറ്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി നടത്തിക്കോളൂ. പക്ഷേ ഇവിടെ ആവശ്യമായ റിക്വയർമെൻറ്റ്സ് ഇല്ല എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പറഞ്ഞു. ഇവർക്ക് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, അത് പിന്നെ UAC അൺഓതറൈസ്ഡ് ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള ഓർഡർ ഇട്ടു. പക്ഷേ പോലീസ് പറയുന്നത് അവരാണ് വന്ന് നിയമം നടപ്പാക്കേണ്ടത്. പോലീസിന് അവരെ സഹായിക്കാനേ പറ്റുള്ളൂ. പോലീസിന് നടത്താതെ ഇവരെ പക്ഷേ ഇവർ ആ ഒരു സ്റ്റേ വെച്ചിട്ട് ഇവരിപ്പോൾ ഈ പരിപാടി അനധികൃതമായാണ് ഇവിടെ നടത്തുന്നത്. തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും നശിപ്പിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുക, മാഫിയ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും പ്രദേശത്ത് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിസ്ഥിതി മന്ത്രാലയത്തിന് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. സരോവരം ബയോ പാർക്ക് കൂടി ഉൾപ്പെടുന്ന കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ആകെ വിസ്തൃതി 242 ഏക്കറോളം വരും. ഇതിൽ 98 ഏക്കർ മാത്രമാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളത്. സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച പ്രദേശങ്ങളാണ് വ്യാപകമായി നികത്തിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റങ്ങളും പാടില്ലെന്നിരിക്കെയാണ് നടപടി. ഇതിനെതിരെയാണ് സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. കോട്ടൂളി തണ്ണീർത്തടത്തിൽ കയ്യേറ്റമുണ്ടെന്ന് സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരളയും സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും എത്ര ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നതിൽ വ്യക്തതയില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.